കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് വലിയ കലാപവും കൊലപാതകങ്ങളും നടന്നിരുന്നു. പക്ഷേ കേരളത്തിൽ മാത്രം ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തില്ല. സാധാരണഗതിയിൽ വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വലിയ കോലാഹലം ഇളക്കുന്ന മതപുരോഹിതന്മാരും സംസാരിച്ചില്ല. പറഞ്ഞു വരുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ്. മുൻപ് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ വാതോരാതെ സംസാരിക്കുകയും കൈകൊഴയാതെ എഴുതുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും മത നേതാക്കന്മാരുമൊന്നും ഇത്തവണ മിണ്ടിയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ഉത്തരമാണിത്. കഴിഞ്ഞ ദിവസം ലിത്താൻ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മുള്ളം, ഷോങ്ഫാൽ, കുക്കി ഗ്രാമങ്ങളിലാണ് നാഗകളുടെ ആക്രമണം ഉണ്ടായത്. കുക്കി നാഗ വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ ദിവസം 3 പേർ കൊല്ലപ്പെട്ടു. അതിനു മുൻപ് 2 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ ഇതുവരെ അവിടെ മരിച്ചവരുടെ എണ്ണം 6 ആയി. അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലായിരുന്നു ഈ കലാപം നടന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലടക്കം ഉയർന്നു കേട്ടത് മണിപ്പൂർ മണിപ്പൂർ എന്നുള്ള കരച്ചിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലും ഒപ്പം തന്നെ വെസ്റ്റ് ബംഗാളും തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ നടന്ന ഈ കലാപത്തെക്കുറിച്ച് കമാന്നൊരക്ഷരം ആരും മിണ്ടിക്കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് വാർത്തയാക്കാൻ തീരുമാനിച്ചതും. ഇവിടെ പരസ്പരം ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? നാഗ വില്ലേജ് ഗാർഡിന്റെ ഒരു വിഭാഗം നാഗകളെ നയിക്കുന്നില്ലെങ്കിൽ നാഗകളുടെ ആക്രമണത്തിന് മുൻതൂക്കം കൊടുക്കുന്നില്ല. അവരുടെ സൈന്യം എന്ന് പറയുന്ന നാഗ വില്ലേജ് ഗാർഡാണ്. എന്നാൽ കുക്കികളുടെയൊക്കെ വരുമ്പോൾ യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമിയാണ് മറുഭാഗത്ത്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 7 മണിപ്പൂരിലെ ബിഷ്പൂർ ജില്ലയിലെ ട്രോങ് ലോബി പ്രദേശത്ത് ഒരു CRPF ജവാന്റെ വീടിന് നേർക്ക് ആക്രമണം ഉണ്ടായി. അവിടെ 2 കുട്ടികൾ കൊല്ലപ്പെടുകയുണ്ടായി. ഏതായാലും ഈ 2 വിഭാഗങ്ങളും ഹിന്ദു വിഭാഗങ്ങളല്ല, കുക്കികളും നാഗന്മാരും. അവർ 2 കൂട്ടരും ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. അതായത് ഈ ഗോത്ര ക്രിസ്ത്യൻസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ 2 വിഭാഗങ്ങളാണ് അവിടെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് വാർത്തയാകാഞ്ഞത്. ഇത് അനവധി വീടുകൾ കത്തിച്ചു, അനവധി പള്ളികൾ തകർക്കുകയുണ്ടായി. ആ വാർത്തകളൊന്നും നമ്മൾ കാണാൻ ഇടയില്ല. കാരണം മുൻപ് ക്ഷേത്രങ്ങൾ കൂടി തകരുമ്പോഴാണ് അതൊരു വലിയ വാർത്തയായി മുൻപോട്ട് വന്നിരുന്നത്. 41% മണിപ്പൂരിലെ ജനങ്ങളും ക്രിസ്ത്യൻസ് ആണ്, ഈ പറയുന്ന ഗോത്ര ക്രിസ്ത്യൻസ് ആണ്. ബാക്കിയുള്ള 53% മാത്രമാണ് ഹിന്ദുക്കൾ ഉള്ളത്. ഈ നാഗ കുക്കി സംഘർഷം കഴിഞ്ഞ 1.5 മാസമായി, ഫെബ്രുവരി മുതൽ തുടങ്ങിയ സംഘർഷമാണ്. ആരും വാർത്തയാക്കാത്തത് കൊണ്ടാണ് ഞങ്ങളത് വാർത്തയാക്കിയത്. എന്തുകൊണ്ട് വാർത്തയാക്കിയില്ല എന്ന് ചോദിച്ചാൽ, അടിക്കുന്നവരും കൊല്ലുന്നവരും മരിക്കുന്നവരും എല്ലാം തന്നെ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കരയുവാൻ ഒരു മെത്രാനും രംഗത്ത് വരില്ല. അവർക്ക് വേണ്ടി വാർത്ത എഴുതാൻ ഒരു മാപ്രയും രംഗത്ത് വരില്ല. കാരണം ഇതിന് റീച്ചില്ല, വോട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.